ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാന്റെ കനത്ത നിരീക്ഷണത്തിലാണെന്ന വിവരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചൈനീസ് നിർമ്മിതമായ അത്യാധുനിക ഉപഗ്രഹം ഉപയോഗിച്ച് ഇറാൻ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ അരിച്ചുപെറുക്കി പരിശോധിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബഹിരാകാശ വിദഗ്ധരായ അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും നടത്തിയ കൃത്യമായ വിശകലനങ്ങളാണ് ഇറാന്റെ ഈ നീക്കങ്ങളെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. ചൈനീസ് കമ്പനിയായ എർത്തായി വികസിപ്പിച്ചെടുത്ത TEE-1 എന്ന ഉപഗ്രഹമാണ് ഇറാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് നേരത്തെ തന്നെ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും US സ്പേസ് ഫോഴ്സിൻ്റെയും നാസയുടെയും ഡാറ്റാബേസുകൾ പരിശോധിച്ച ഇന്ത്യൻ വിദഗ്ധർ ഇത് പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണിപ്പോൾ. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, കുവൈത്തിലെ ബ്രൂഹിംഗ് ക്യാമ്പ്, അതുപോലെ ജിബൂട്ടിയിലെ ക്യാമ്പ് ലെമോണിയർ തുടങ്ങിയ അതീവ സുരക്ഷയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ ഈ ഉപഗ്രഹം തുടർച്ചയായി വലം വെക്കുന്നുണ്ട്. പകൽ വെളിച്ചമുള്ള സമയങ്ങളിൽ പോലും ഓരോ പ്രദേശത്തും ഡസൻ കണക്കിന് തവണയാണ് ഈ ഉപഗ്രഹം നിരീക്ഷണം നടത്തിയത്. ചില കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെ 50-ലധികം തവണയാണ് ഈ ചൈനീസ് ഉപഗ്രഹം കടന്നുപോയത്. അതറിയുമ്പോഴാണ് ഇറാന്റെ നിരീക്ഷണ സംവിധാനം എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. വെറുമൊരു നിരീക്ഷണം എന്നതിനപ്പുറം കൃത്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണം ഇത്ര കൃത്യമായി നടപ്പിലാക്കാൻ ഇറാനെ സഹായിച്ചത് ഈ ഉപഗ്രഹ നിരീക്ഷണമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് ചൈനയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ബീജിംഗ് ആസ്ഥാനമായുള്ള കമ്പനികളുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല അത് ഉപയോഗിക്കാനുള്ള അനുമതി ഇറാന് ലഭിച്ചു കഴിഞ്ഞു. ഇത് ഉപഗ്രഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വിവരങ്ങളും അതിവേഗത്തിൽ കൈമാറാൻ ഇറാൻ സേനയെ സഹായിക്കുന്നു. അമേരിക്കൻ റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും വെട്ടിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ചൈനീസ് സാങ്കേതികവിദ്യ ഇറാനെ പ്രാപ്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കവും കൂടുതൽ രൂക്ഷമാകുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ചൈന ഇപ്പോൾ സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വശത്ത് സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മറുവശത്ത് അമേരിക്ക തങ്ങളുടെ കർശനമായ നാവിക ഉപരോധം തുടരുകയാണ്. ഇറാനിലേക്കുള്ള ചരക്കുനീക്കം തടയുന്നതിൻ്റെ ഭാഗമായി 27 കപ്പലുകളെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തിരിച്ചയക്കുന്ന ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടു. US സൈന്യത്തിൻ്റെ ഈ പ്രകോപനം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി പാകിസ്ഥാൻ മധ്യസ്ഥനായി രംഗത്തുണ്ട്. അമേരിക്കൻ പ്രതിനിധി സംഘം ഉടൻ തന്നെ ഇസ്ലാമാബാദിലെത്തി ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് തരിമ്പും വിശ്വാസമില്ലെന്ന് ഇറാൻ സേനാ ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗസവി പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളെ ഉപരോധത്തിലൂടെ തകർക്കാൻ നോക്കുന്ന അമേരിക്കയ്ക്ക് മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്നാണ് ഇറാന്റെ നിലപാട്. 5000 കോടി രൂപയുടെ നഷ്ടം മിനിറ്റുകൾക്കുള്ളിൽ അമേരിക്കയ്ക്കുണ്ടായതായും ഇറാന്റെ കരുത്തിനു മുന്നിൽ അമേരിക്കയുടെ അഹങ്കാരം തകർന്നടിഞ്ഞതായും വാർത്തകൾ പുറത്തുവരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ ഓരോ നീക്കവും ഇപ്പോൾ ഇറാന്റെ കൈവെള്ളയിലാണ് എന്നത് വാഷിംഗ്ടണിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന ഭീതിയിലാണ് അമേരിക്കൻ സൈന്യം. ഈ യുദ്ധം കേവലം ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പോരാട്ടം കൂടിയായി അത് മാറിയിരിക്കുന്നു. ചൈനയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക സഹകരണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നയതന്ത്ര തലത്തിൽ സൗദി അറേബ്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും താഴെത്തട്ടിൽ സൈനിക നീക്കങ്ങൾ ഒട്ടും കുറയുന്നില്ല. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് മുകളിലൂടെ ശത്രുപക്ഷത്തുള്ള ഉപഗ്രഹം നിരന്തരം നിരീക്ഷണം നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് കൂടിയാണ്. ഇറാന്റെ ഈ അത്യാധുനിക ചാരപ്പണി അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഓരോന്നായി ചോർത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടന്ന് ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമോ അതോ വലിയൊരു യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം. എന്തായാലും അമേരിക്കയ്ക്ക് നൽകിയ ഈ കനത്ത തിരിച്ചടി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ലോകം ഒരു പുതിയ അധികാര സമവാക്യത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഇറാന്റെ ഈ നിരീക്ഷണ പാടവം അവരെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയുടെ അഹങ്കാരം തകർന്നടിയുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളും ഇറാന്റെ സൈനിക വീര്യവും ഒന്നിക്കുമ്പോൾ തകരുന്നത് അമേരിക്കയുടെ കാലങ്ങളായുള്ള മേധാവിത്വമാണ്. ഇതിന്റെ ബാക്കി പത്രം എന്താകുമെന്ന് വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും. സംശയമില്ലാതെ പറയാം, അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇപ്പോൾ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണ വലയത്തിലാണ്. ഇതിന് ഇറാൻ നൽകുന്ന തിരിച്ചടികൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഇളക്കുന്നവയാണ്.
ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ ഈ പോരാട്ടം വലിയൊരു പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന്റെ ഓരോ അടിയും അളന്നു മുറിച്ചാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നത്. ഇതിന്റെ ആഘാതം അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നത് നിസ്സംശയം പറയാം.